ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് വന്നൊരു 2 kg ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഈ എടുത്ത് വെച്ച് അവസാനം സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ എടുത്ത് പോസ്റ്റ് ചെയ്യാറില്ലേ, അതുപോലെയാണ് ഇത് സംഭവം. ഞാൻ എടുത്തിട്ട് കുറേ ഇരിക്കണേ, ഇതിൻ്റെ വാലും തലൊന്നും ഇല്ലാതെ ഞാൻ അതിൽ പോസ്റ്റ് ആക്കണേ. നമ്മൾ 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ അത്യാവശ്യം ഇതിൽ ക്ലിപ്പ് നല്ല കുറവാണ്. അതിന് ഫസ്റ്റ് തന്നെ സോറി പറയാം. സ്റ്റോറേജ് ഫുള്ളായി ഫോൺ എടുത്തപ്പോൾ ചില ക്ലിപ്പൊന്നും കാണാനേ ഇല്ല. അപ്പോൾ നമ്മൾ 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് നമ്മളിവിടെ 7 എഗ്ഗായിട്ട് എടുത്തിട്ടുള്ളത്. എഗ്ഗ് അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ 7 എടുത്തിക്കണേ. പിന്നെ അതിൽ വാനില എസൻസ് 2 ടീസ്പൂൺ, പിന്നെ നമ്മൾ അത്യാവശ്യം ബീറ്റ് ചെയ്തിട്ട് പൊടിച്ച പഞ്ചസാര 2 കപ്പാട്ടത്തിൽ ചേർക്കണേ. അത്യാവശ്യം നല്ല മഞ്ഞ കളർ പോയി ഒരു വൈറ്റ് കളറായി വരുന്നത് വരെ ബീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടുണ്ട്. 2 കപ്പ് മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ, ഇതാണ് നമ്മളിതിൽ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇത് അത്യാവശ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം അടക്കാതിരിക്കണം നല്ലത്, കാരണം എഗ്ഗ് താവും, പൊന്തി വന്ന് താവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല സ്പാച്ചുല അല്ലെങ്കിൽ വിസ്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് പതിയെ ഒരേ ഡയറക്ഷനിൽ ഇളക്കി കൊടുക്കണമാവും ബെറ്റർ. പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാനും ഉമ്മയും കൂടി മാറിയിട്ടോ ചെയ്യുന്നത്. അതായത് ഞങ്ങൾക്ക് വേറെ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ തിരക്കിൻ്റെ ഇടയിൽ ക്ലിപ്പ് കുറേ എടുക്കാനും മറന്ന് എടുത്ത ക്ലിപ്പ് കുറേ പോവുകയും ചെയ്ത്. അതാണ് ശരിക്കും ഉണ്ടായത്. കേക്ക് ബേക്കായി എടുത്തതിന് ശേഷമുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ കയ്യിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട്. പിന്നീടുള്ളത് ക്രീം ബീറ്റ് ചെയ്യണതും കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ്. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ.